ഒരു കഥ സൊല്ലട്ടുമാ അപ്പോൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ഞാനാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് പടത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഇത് കുറച്ച് ടൈറ്റ് ആൻഡ് ക്രിസ്പായിട്ട് ഞാൻ പറയാം. കാരണം കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ചെയ്ത അർഹത ഭയങ്കര ലെങ്തി ആയിപ്പോയി. ഇത് ചെയ്തപ്പോഴും എനിക്ക് തോന്നി അത്ര ഡീറ്റെയിലിംഗ് വേണോ, അത് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതൊരു പരീക്ഷണമാണ്. അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുക്കണോ, അതല്ല വളരെ ക്രിസ്പായിട്ട് ടൈറ്റായിട്ട് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് വളരെ ടൈറ്റായിട്ട് പറഞ്ഞു തന്നതിൻ്റെ രീതി ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ഈ രണ്ട് എപ്പിസോഡിൻ്റെ ഇത് ഈ സെഗ്മെന്റിലെ ഏറ്റവും ചെറിയ എപ്പിസോഡ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് നോക്കാം അങ്ങനെ എത്തുമോ നോക്കാം കഥ പറഞ്ഞു വരുമ്പോൾ. സോ 2001 പുറത്തിറങ്ങിയ ദ പ്ലെഡ്ജ് എന്നുള്ളൊരു ഡ്രാമ മിസ്റ്ററി ത്രില്ലർ പടമാണ് ഞാൻ പറയാൻ പോകുന്നത്. ജാക്ക് നിക്കോൾസൻ്റെ പടമായത്. ജാക്ക് നിക്കോൾസൺ ഒരു അമേരിക്കൻ നെവാഡ സ്റ്റേറ്റിലെ ഒരു പ്രായമുള്ള ഡിറ്റക്റ്റീവാണ്. പുള്ളി റിട്ടയർ ആവാൻ പോകുന്നിടത്തുമാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി ഫിഷിംഗ് ഹോബി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഭയങ്കര സമർത്ഥനായ ഡിറ്റക്റ്റീവ് ഓഫീസറുമാണ്. പുള്ളിയുടെ റിട്ടയർമെൻറ്റ് അന്ന് പുള്ളിയുടെ കൊളീഗ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണെങ്കിൽ ഒരു സർപ്രൈസ് പാർട്ടിയെ കൊടുത്തിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൊടുക്കും. പുള്ളി റിട്ടയർമെൻറ്റ് ലൈഫ് തുടങ്ങുന്നത് തന്നെ മെക്സിക്കോയിൽ പോയിട്ട് ഒരു ഫിഷിംഗ് ട്രിപ്പ്, ഇവിടുന്ന് മെക്സിക്കോയിൽ പോയി ഒരു ഫിഷിംഗ് ട്രിപ്പിനുള്ളൊരു ടിക്കറ്റാണ് അവർ ആദ്യം കൊടുക്കുന്നത്. സർപ്രൈസ് ആയിരുന്നു. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാണ്. പുള്ളിയുടെ ജോലി കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ റിട്ടയർമെൻറ്റ് പാർട്ടി നടക്കുന്ന സമയത്ത് തന്നെ ഡിസംബർ സമയമാണ്, മഞ്ഞ് വീണ് കിടക്കുന്നിടത്ത് ഒരു പയ്യൻ അവൻ്റെ ഐ സി കൂടെ പോകുന്ന വണ്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വണ്ടി മറിഞ്ഞിട്ട് അവനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ ദൂരേന്ന്, ഒരു ഏഷ്യൻ വംശജനായ ഒരാൾ ദൂരേന്ന് ഓടിപ്പോയി അയാളുടെ റെഡ് കളറിലുള്ള വാഗണിനകത്തേക്ക് പേടിച്ച് കയറുന്നതും അയാളുടെ ടൂൾസൊക്കെ ഇതിനകത്തിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തു പോകുന്ന കാണിക്കും. അപ്പോൾ ഇവൻ അയാൾ ഓടി വന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ക്യൂരിയസോട് പോയി നോക്കുമ്പോൾ അവൻ എന്തോ കൊണ്ട് പേടിച്ചോടും. ഇവരുടെ റിട്ടയർമെൻറ്റ് പാർട്ടി ഈ ഇഷ്യൂവിൽ തടസ്സപ്പെടും. ഒരു പെൺകുട്ടി മരിച്ച വാർത്തയാണ് റിട്ടയർമെൻറ്റ് പാർട്ടിയിലേക്ക് വരുന്നത്. ഒരു കൊച്ചു പെൺകുട്ടി, ജിന്നി ലാർസൺ എന്ന വലിയ കൊച്ചു പെൺകുട്ടി മരിച്ചു. ബ്രൂട്ടൽ മർഡർ, ചാൻസസ് ഓഫ് എ സെക്ഷൽ അസോൾട്ടും ഉണ്ട്. അപ്പം പാർട്ടിയിലേക്ക് വന്ന് ഇവിടുന്ന് കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് സംഭവ സ്ഥലത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ജാക്ക് നിക്കോൾസൺ കോട്ടൊക്കെ എടുത്ത് റെഡിയായി വരും. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങളുടെ പാർട്ടി പോട്ടെ, ഞങ്ങൾ ഹാൻഡിൽ ചെയ്തതാണ്. ഇപ്പോൾ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ഒരാളുണ്ട്, അടുത്ത ഡിറ്റക്റ്റീവ് ആകാൻ പോകുന്ന ആൾ സ്റ്റാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളി പോകാൻ റെഡിയായിട്ട് നിൽക്കുക. അപ്പം സീനിയറിനോട് പറയും എൻ്റെ സമയം നാളെ 6 മണി വരെ ഉണ്ട്. പുള്ളിയാണ് ഇൻചാർജ്, നൈറ്റ് ഷിഫ്റ്റിലിരിക്കുന്ന ആൾ. അപ്പം ഞാൻ വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാമെന്ന് പറയും. അപ്പോൾ പറയും എൻ്റെ കണക്കിൽ, സീനിയറിൻ്റെ കണക്കിൽ സ്റ്റാനാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, സോ സ്റ്റാൻ്റെ കോളാണെന്ന് പറയും. അതിനകത്ത് വന്നോട്ടെന്ന് പറയും. അങ്ങനെ ജാക്ക് നിക്കോൾസണും സ്റ്റാനും അവർ പാർട്ടി അങ്ങോട്ടേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ പെൺകുട്ടി മരിച്ചിടക്കുന്ന സീൻ അപ്പോഴാണ് നമ്മൾ വെളിവാകുന്നത്. ഭയങ്കര ബ്രൂട്ടൽ മർഡർ. ഒരു ക്രിസ്മസ് ഉടുപ്പൊക്കെ ഇട്ടൊരു പെൺകുട്ടി, എന്നാൽ ക്രിസ്മസിനൊക്കെ റെഡിയാവാൻ വേണ്ടി ആ പാപ്പായപ്പലൊക്കെ ഉടുപ്പിട്ടൊരു പെൺകുട്ടി, ദേഹം മൊത്തം ബ്ലഡ്. അവരുടെ ഫോറൻസിക് റിപ്പോർട്ട്സ് ഐഡൻറ്റിഫൈ കളക്ട് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാവും അവരുടെ തൊടയിലൊക്കെ മുറിവുകളുണ്ട്, കൈ സ്ട്രാങ്കുലേഷൻ നടത്തിയതിൻ്റെ വരെ ഫ്രാക്ചേഴ്സ് ഉണ്ട്, കഴുത്ത് മുറിച്ചിട്ടുണ്ട്. അവിടെ ക്രൈം സീൻ വെതർ കൊണ്ട് തന്നെ ഓൾറെഡി ടാമ്പേർഡാണ് ക്രൈം സീൻ, കാരണം ഭയങ്കര മഞ്ഞ് വീഴ്ച. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാവും പ്രോപ്പറായിട്ടുള്ള ക്രൈം സീൻ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്റ്റാനായത് ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ ജാക്ക് നോക്കുമ്പോൾ ജാക്ക് പറയും കുട്ടിയുടെ ബട്ടൺസ്, സെക്ഷൽ അസോൾട്ട് സാധ്യതയുണ്ട്, ബട്ടൺസ് കറക്റ്റായിട്ട് ഫോറൻസിക് ലാബിലേക്ക് എത്തിക്കണം. അപ്പോൾ അങ്ങനെ അയാളുടെ ഇൻപുട്സ് കൊടുക്കും. അപ്പോൾ പുള്ളി എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് നമുക്കത് മനസ്സിലാവും. പിറ്റേ ദിവസം ആളുടെ റിട്ടയർമെൻറ്റ് ആൾ പോകണം, സീൻ ചെയ്ത് പോകണം. അയാൾക്ക് അവസാനത്തെ ടാസ്ക് കൊടുക്കും. കുട്ടിയുടെ മാതാപിതാക്കൾ ഇതുവരെ അറിയിച്ചിട്ടില്ല, അത് അറിയിക്കേണ്ടത് ഡിറ്റക്റ്റീവാണ് അറിയിക്കേണ്ടത്. അപ്പോൾ അത് അവർ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കോഴി ഫാം ടർക്കി ഫാം നടത്തുന്ന പേരൻസ് തന്നെ നടത്തുന്ന അച്ഛനും അമ്മയും കൂടെ. അവർക്കിതിൽ അറിയത്തില്ല കുട്ടിയുടെ ഇതിൽ. ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വെനസ്ഡേസിൽ കുട്ടിയുടെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെയാണ്. അപ്പോൾ കുട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, നൈറ്റ് ആയാലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് കുട്ടി പോയിട്ടില്ല, സ്കൂളിലും പോയിട്ടില്ല. കുട്ടി മിസ്സിംഗ് ആണ്, കുട്ടി മരിച്ചുപോയി. ഇത് പറയാൻ വേണ്ടി ചെല്ലും. അയാളത് പറയും. ഭയങ്കര ഇമോഷണൽ സീനാണ്. തകർന്നു പോവും, അമ്മ തകർന്നു പോവും, ഇയാളെ കെട്ടിപ്പിടിച്ച് കരയും അമ്മ. പിന്നെ അവരെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇവരെന്തുകൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യാത്തത്, ബുധനാഴ്ചയാണ് കുട്ടി വരത്തില്ല പറഞ്ഞുകൊണ്ടിരിക്കും. സംസാരിക്കുമ്പോൾ അച്ഛനിങ്ങനെ കലിച്ച് നിൽക്കുക, എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോകരുത്. അയാൾ പറയും ഞങ്ങൾ ക്രൂരതയാണ് പറയുന്നത്, പക്ഷേ ഇപ്പോൾ പോകരുത്, നിങ്ങൾ ഈ സമയത്ത് കാണരുത്, ഞങ്ങൾക്ക് പോലും ഒരു നോക്കേ കാണാൻ പറ്റുള്ളൂ. അത് അത്ര ബ്രൂട്ടൽ മർഡറാണ്. ആ സമയത്ത് അമ്മ വന്നിട്ട് എഴുന്നേറ്റ് വന്ന അയാളുടെ അടുത്ത് പറയും എൻ്റെ മോളുടെ കൊന്ന ആളെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ടൊരു ക്രോസ് എടുക്കും. നിങ്ങൾ ക്രിസ്ത്യനാണല്ലോ, നിങ്ങളുടെ സോളിൻ്റെ സാൽവേഷൻ പണയം വെച്ചുകൊണ്ട് പറയണം എൻ്റെ മോൾ, ഇത് എൻ്റെ മോൾ ഉണ്ടാക്കിയ കുരിശാണ്, ഇതിൽ തൊട്ട് പറയണം നിങ്ങളുടെ ആത്മാവിൻ്റെ വിടുതൽ ഇതിലാണ്, കുട്ടിയെ കൊന്നവരെ കണ്ടുപിടിക്കണം, അതിന് കാരണക്കാരവരെ കണ്ടുപിടിക്കണം, കാരണം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഇയാളെ കൊണ്ട് പ്ലെഡ്ജ് ചെയ്യും. അതാണ് ദ പ്ലെഡ്ജ്. ഇയാൾ ശരിക്കും അയാളുടെ ടൈം കഴിഞ്ഞു, അയാൾ ജോലി തീർന്ന അയാൾ, പക്ഷേ എന്നിട്ടും അയാൾ അവർക്ക് വാക്ക് കൊടുക്കും, ഞാൻ കണ്ടുപിടിക്കും എന്ന് വാക്ക് കൊടുക്കും. അയാളുടെ സോളിൻ്റെ സാൽവേഷൻ പണയം വെച്ച് അയാൾ വാക്ക് കൊടുക്കും. അതോടുകൂടി അയാൾ അതിനകത്ത്
ഇമോഷണലി ഒബ്സസ്ഡ് ആയിട്ട് ഇൻവോൾവ് ആയി. പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു റോളും ഇല്ല, എന്നിട്ടും പുള്ളി അവർക്ക് വാക്ക് കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ ഇയാൾ നൈറ്റ് തന്നെ ആ ക്രൈം സീനിലേക്ക് പോകും. അയാൾ അവിടുത്തെ കാര്യങ്ങളൊന്നുകൂടെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ എന്ന് പറയും, നമുക്ക് ആ പയ്യൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആളിനെ കിട്ടിയെന്ന് പറയും. ഒരു കൊച്ചു പയ്യൻ കണ്ടില്ല ഒരാൾ ഓടിപ്പോകുന്ന ക്രൈം സീനിൽ നിന്ന്. അപ്പോൾ ഒരു ഏഷ്യൻ വംശജനായ ഒരാൾ, റെഡ് വാഗൺ ഉണ്ട്, ഓപ്പൺ വാഗൺ, ബാക്ക് ഓപ്പൺ ആയിട്ടുള്ള റെഡ് വാഗനാണ് പുള്ളി ഓടിക്കുന്നത്. ആളിനെ കിട്ടിയിട്ടുണ്ട്. ആൾക്ക് പ്രീ ഹിസ്റ്ററിയും ഉണ്ട്. ഒരു റേപ്പ് കേസിലെ പ്രതിയാണ്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് 16 വയസ്സുള്ള, അപ്പോൾ ജുവനയിൽ. പുള്ളിക്കാരനാണെങ്കിൽ കുറേ തെഫ്റ്റിൽ പ്രതിയാണ്. അങ്ങനെ പുള്ളിക്ക് ഈ കൊച്ചു വരച്ച ഫിഗറും പിന്നെ നമ്മളെ കാണിക്കും, ആളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ആദ്യം കണ്ട മനുഷ്യൻ തന്നെയാണ്. അയാളുടെ ഇതിൽ നിന്ന് ടൂൾസ് പിടിച്ചിട്ടുണ്ട്. കൊച്ചിനെ അയാൾ അസോൾട്ട് ചെയ്യാൻ എല്ലാ സാധ്യതയുണ്ട്. സ്റ്റാൻ അയാളെയാണ് പ്രതിയാക്കി കൺഫസ് ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇയാൾ പറയും ഇയാളുടെ ഹിസ്റ്ററിയിൽ ഓട്ടിസ്റ്റിക്കാണ് ആൾ. അപ്പോൾ ആൾ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആണ്. സോ ജാക്ക് പറയും നോക്ക്, ധൃതി വെക്കാതെ നോക്കുന്നത്. പക്ഷേ സ്റ്റാൻ ചെന്നിട്ട് അയാളുടെ കൺഫസ് ചെയ്യാൻ വേണ്ടി പറയും. കൺഫസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡ് പെട്ടെന്ന് മനസ്സിലാവും ഇയാൾ ഇവൻ പറയുന്ന റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ സ്റ്റാനാണ് ചോദിക്കും ഇങ്ങനെ, സ്റ്റാൻ അയാളെ ഇങ്ങനെ സത്യം പറ, നിൻ്റെ കയ്യിൽ നിന്ന് പോയതല്ലേ, നീ അറിയാതെ കൊന്നതല്ലേ, മുൻപ് ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും അറിയാതെ പറ്റിയല്ലേ. അപ്പോൾ അയാളിത് സമ്മതിക്കും. ഇയാൾ അവിടെ ഇരുന്ന്, പക്ഷേ നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഇവനത് പ്രേരിപ്പിച്ച് കൺഫസ് ചെയ്യിക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം കൺഫെഷൻ റെക്കോർഡിക്കലായി അവൻ ഏറ്റു. ഒരു ഏഷ്യൻ വംശജനായിട്ടൊരാൾ വീഡിയോയിൽ മുൻ ഹിസ്റ്ററിയുള്ള ആൾ. എത്രയും പോലീസുകാർ കണ്ടുകൊണ്ടിരിക്കും, അവർക്കെല്ലാം ഓക്കെയാണ്. പക്ഷേ ജാക്ക് മാത്രം കൺവിൻസ്ഡ് അല്ല ഈ കേസിൽ. അയാൾ അവിടുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ പെട്ടെന്നൊരു ഡെപ്യൂട്ടിയുടെ തോക്ക് തട്ടിയെടുത്ത് ആ ടോബി എന്ന് പറഞ്ഞ ഏഷ്യൻ വംശജൻ എല്ലാവരും ഭീഷണിപ്പെടുത്തും. എല്ലാവരും തോക്ക് കൊടുത്ത് അലേർട്ട് ആകുമ്പോഴത്തേക്ക് അയാൾ പറയും ഞാൻ തെറ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ അയാൾ വെടിവെച്ച് മരിക്കും. സോ അവിടെ റെക്കോർഡ് ടൈമിൽ സ്റ്റാൻ അത് കേസ് കൺഫെഷൻ വാങ്ങുകയും ചെയ്തു, ആൾ മരിക്കുകയും ചെയ്തു. കേസ് ക്ലോസ്ഡ്. പിറ്റേ ദിവസം അടുത്ത ദിവസം മെക്സിക്കോയ്ക്ക് പോകാനാണ് നമ്മുടെ ജാക്ക് ഇരിക്കുന്നത്. പക്ഷേ ജാക്കിൻ്റെ മനസ്സിങ്ങനെ അതിനകത്ത് എന്തോ ഒരു അതല്ല എന്നും ജാക്കിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ജാക്ക് മെക്സിക്കോയ്ക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ പോയിട്ട് പോകത്തില്ല. ജാക്ക് ഫ്ലൈറ്റ് മിസ്സായിട്ട് ജാക്ക് തിരിച്ചു വരും. ജാക്ക് നേരെ ഈ ജിന്നി ലാർസൺ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ അമ്മൂമ്മയെ കാണാൻ പോകും. പുള്ളിക്കാരിയുടെ അടുത്താണല്ലോ വെനസ്ഡേ പോകുന്നത്. അവിടെ ചെന്ന് പുള്ളിക്കാരിയെ പറ്റി ഒരു ജനറൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഭയങ്കര കഥകൾ പറയാൻ ഇഷ്ടമുള്ള, കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളൊരു പെൺകുട്ടിയാണ് ജിന്നി. 7-8 വയസ്സേ ഉള്ളൂ. അവൾ അന്ന് ബുധനാഴ്ച വരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്തെങ്കിലും സ്കൂൾ ഹോംവർക്ക്സ് ഒക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇവൾ ഇങ്ങോട്ട് വരാതെ ഇത് മ്യൂസിക് ക്ലാസ് കൂടെ ചേർത്താണ് അമ്മൂമ്മയുടെ അടുത്ത് വരുന്നത്. വെനസ്ഡേ മ്യൂസിക് ക്ലാസ്സിനും കഥ പറച്ചിൽ നിന്ന് വരാതെ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇവരുടെ വിചാരം അവൾ അങ്ങോട്ട് പോയി, അവരുടെ വിചാരം ഇങ്ങോട്ട് പോയി. കൊച്ചു മിസ്സിങ്ങായി, കൊച്ചു മരിച്ചു. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും, പറയും ഇവളാണെങ്കിൽ താഴത്തെ കടയിൽ ഓടിപ്പോയി കുക്കീസൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എളുപ്പം. ഇവരുടെ രീതി പറയുന്നത് വന്നാൽ താഴത്തെ കടയിൽ പോയി കുക്കീസ് വാങ്ങിക്കാൻ വേണ്ടി പോകും. ഒരുമിച്ച് ഇന്ന് കഥ പറയും. ഒക്കെ വലിയ ഫാൻറ്റസി വിശ്വാസമുള്ള ആളാണ്. അപ്പം ഒരു പെൺകുട്ടി മരിച്ചാൽ അവളെ ഏഞ്ചൽ ഹെവനിൽ നിന്ന് വരും, എടുത്തുകൊണ്ട് പോകും, ദൈവത്തിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യും എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ വിഷമിച്ച് പറയും. അവൾക്ക് ആൻഡേഴ്സനെ ഭയങ്കര ഇഷ്ടമായെന്ന് പറയും. അപ്പോൾ ആൻഡേഴ്സൺ ആരാണെന്ന് ഞാൻ ചോദിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവർ വേറൊരു കാര്യം പറഞ്ഞ് ഇത് കണ്ടോന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. ഇവരുടെ കോൺവെർസേഷൻ വിട്ടു, ഇയാളത് വിട്ടു. അപ്പോൾ ആൻഡേഴ്സൺ എന്നുള്ള പേര് ഇയാളുടെ മനസ്സിൽ തറക്കി. ആൻഡേഴ്സനെ ഭയങ്കര ഇഷ്ടമായിരുന്നുള്ളൂ. ഇവിടുന്ന് പുള്ളി നേരെ പോകുന്നത് കുട്ടിയുടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയാണ്. ആ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥയൊക്കെ പറയുമായിരുന്നു, ചോദിക്കുമ്പോൾ കഥ പറയുമായിരുന്നു. പിന്നെ അവൾ ചിത്രം വരയ്ക്കുമായിരുന്നു. അവളൊരു ജയൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും. അപ്പോൾ ഏത് ജയൻ്റ്? ഇപ്പോൾ അവൾക്കൊരു പോർക്കുപൈൻ ഗിഫ്റ്റ് ചെയ്യുന്ന, പോർക്കുപൈൻ മുള്ളമ്പന്നി ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ജയൻറ്റിൻ്റെ കാര്യം വിസാഡെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അതൊരു വിസാഡെന്നാണ് പുള്ളിക്കാരി പറയുമായിരുന്നു എന്ന് പറയും. അപ്പോൾ നിനക്ക് എങ്ങനെ അറിയാൻ നിൽക്കും? അത് വിസാഡിൻ്റെ പടവും പുള്ളിക്കാരി വരച്ചിട്ടുണ്ട്. ആ പടം എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും അത് ഞങ്ങളുടെ ഹോൾവേയിൽ മെമ്മറി, സ്കൂളിൻ്റെ ഹോൾവേയിൽ ജിനിയുടെ മെമ്മറി ആയിട്ട് അത് വെച്ചിട്ടുണ്ടെന്ന് പറയും. പുള്ളി രാത്രിയിൽ സ്കൂളിനകത്ത് അതിക്രമിച്ച് കയറി അത് നോക്കുമ്പോൾ ഒരു പടം, ഒരു നല്ല ഹൈറ്റും വെയിറ്റുള്ളൊരു മനുഷ്യൻ, ഒരു ബ്ലാക്ക് കളർ സ്റ്റേഷൻ വാഗൺ പുള്ളിയുടെ അടുത്തുണ്ട്. അതിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോർക്കുപൈൻസ്, മുള്ളമ്പന്നികൾ ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് കാണുന്നു. അത് ജിനി ഒരു കൊച്ചു പെൺകുഞ്ഞ് അത് വാങ്ങുന്നതായിട്ടത്. അപ്പം പുള്ളിക്ക് ഭയങ്കര സംശയമാവും. പയ്യൻ അറസ്റ്റിലായ സംശയിക്കുന്ന ആൾ ഏഷ്യനായിരുന്നു. ഇവരുടെ കിട്ടിയ മനുഷ്യൻ റെഡ് സ്റ്റേഷൻ വാഗനാണ്. ഇയാളുടെ മനസ്സിൽ ഈ പെൺകുട്ടി ലാസ്റ്റ് പറഞ്ഞ കഥകളിലുള്ളത് ജയൻറ്റ് ഒരു വിസയുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾ. അപ്പോൾ ഇത് ആൾ വേറെയാണ്. ഇയാൾ ഈ പറയുന്ന തെളിവുകൾ കൊണ്ട് ഇപ്പം ഡിറ്റക്റ്റീവായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിരും. സ്റ്റാൻഡ് പറയും നമ്മൾ ഓൾറെഡി കേസ് ക്ലോസ് ചെയ്തു, ഇനി അത് റീ ഓപ്പൺ ചെയ്യണമെന്നാണ് നീ പറയുന്നത്. അത് നിൻ്റെ ഒരു ഹഞ്ചിൻ്റെ ബേസിൽ. പുള്ളി ഒരു ഇങ്ങനെ പുള്ളി നോക്കുമ്പോൾ എല്ലാവരും ഓക്കെയാണ്, അത് കഴിഞ്ഞു പോയി. അപ്പോൾ പുള്ളിക്ക് മാത്രമേ അതിനകത്തൊരു ഒബ്സെഷൻ ഉള്ളൂ, പുള്ളി മാത്രം നീ പിടിച്ചിരിക്കുകയാണ്. പുള്ളി പറയുക നീ ഒരു കാര്യം എനിക്കൊരു ഫേവർ ചെയ്യും, ഇതുപോലത്തെ കേസുകൾ വേറെ ഉണ്ടോയെന്നെങ്കിലും നോക്ക് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഫേവർ ചെയ്യും. ആ ഫേവർ പുള്ളി ചെയ്തു കൊടുക്കും. ഈ മോഡസ് ഓപ്പറാൻഡി ഈ പറയുന്ന ഇതിൽ കുട്ടികളുടെ ഈ പറയുന്ന വിക്ടിംസിൻ്റെ ഇതൊക്കെ പ്രൊഫൈൽ മാച്ച് ആവുന്ന കേസസ് നോക്കുമ്പോൾ തൊട്ട് ലൊക്കാലിറ്റിയിൽ ഓപ്പൺ കേസസ് 3 ഉണ്ട് ഇതുപോലത്തെ, വർഷങ്ങളായിട്ട് പഴയ കിടക്കുന്നതാണ്. അങ്ങനെ ആദ്യം അങ്ങനെ ഒരു ഏറ്റവും ലാസ്റ്റ് കേസിൽ ഏറ്റവും ഒരു പഴയ കേസിലേക്ക് 8 വർഷം മുൻപ് തൊട്ടടുത്തൊരു സ്ഥലത്ത് തന്നെ
ഇതുപോലൊരു പെൺകുട്ടി ഒരു ക്രിസ്മസ് സമയത്ത് മരിച്ചിട്ടുണ്ട്. അവളുടെ ഫോട്ടോസ് നോക്കുമ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലാവും. ബ്ലോണ്ട് ഗേൾ, സ്വർണ്ണ തലമുടിയുള്ള പെൺകുട്ടി, റെഡ് ഡ്രസ്സ് ധരിച്ചൊരു പെൺകുട്ടി, സെക്ഷൽ അസോൾട്ട് നടന്നിട്ടുണ്ട്, ഇതുപോലെ കഴുത്ത് മുറിച്ചു വന്ന് ഒരു ഓഡസ് ഓപ്പണായിട്ട് സിമിലർ ആവുന്നത്. ഇയാൾ 3 കേസ് എടുക്കുമ്പോഴും 3 കേസ് ഓപ്പണാണ്, കണ്ടിട്ടില്ല. പക്ഷെ അടുത്തടുത്തുള്ള പല സ്ഥലങ്ങളിലായതുകൊണ്ട് പിന്നെ പല സമയങ്ങളിലായതുകൊണ്ടും ആ രീതിയിൽ തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല. ഒരു ചാൻസ് ഓഫ് എ സീരിയൽ കില്ലർ. അത് പക്ഷേ വലിയ ഗ്യാപ്പിൽ ഒരു 8 വർഷ ഗ്യാപ്പിൽ മൊത്തം 4 കേസസാണ്. തൊട്ടടുത്ത വർഷം കഴിഞ്ഞ വർഷം ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു സംഭവം. ഈ കേസിൽ ഇയാൾ അറസ്റ്റിലായതോടുകൂടി എല്ലാവരും അത് അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇയാൾ മാത്രം ഇത്രയും തെളിവ് കൊണ്ടുവന്ന് ഇയാളുടെ സീനിയറിനെയും കൂടെ കാണും, സ്റ്റാൻഡിനെ കൂടെ സീനിയറിനെയും കാണുമ്പോൾ അവർക്കൊരു കൺവിൻസിങ് അല്ല ഈ സാധനം. ഓൾറെഡി നമുക്ക് ആ പെങ്കൊച്ചിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ലാസ്റ്റ് കഴിച്ചത് ഒരു ചോക്ലേറ്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ കാറിൽ നിന്ന് ചോക്ലേറ്റ് റാപ്പർ വെച്ചിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇവരുടെ ഈ പടം മാത്രം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പോകേണ്ടതാണ് പുള്ളി ഇത്. അപ്പോൾ പുള്ളിക്കാരന് ഡിസ്ട്രസ്ഡായി, ഒന്നും ചെയ്യാനും വഴിയില്ല. പുള്ളിക്കാരനാണെങ്കിൽ ആ കേസുകളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പുള്ളി ഫിഷിങ്ങുമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പുള്ളി ഒരു കാര്യം ശ്രദ്ധിക്കും. പുള്ളി ഫിഷിങ്ങിനൊക്കെ പോകുന്ന വഴിക്കൊരു ഗ്യാസ് സ്റ്റേഷൻ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, ഒരു പഴയ ഗ്യാസ് സ്റ്റേഷൻ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്, വീടും. പുള്ളിയുടെ PF മണി വെച്ച് അത് എടുക്കും. അത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഈ പറയുന്ന ഇൻസിഡൻസിനെ ഒന്ന് സ്പോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസിഡൻസിൻ്റെ ഒത്ത നടുക്കാണ് ഇത് വരുന്നത്. അപ്പോൾ സോ ഇതിന് അറൗണ്ട് ഒരാൾ എവിടെയുള്ള ഒരാൾ തന്നെ ഇത് ചെയ്യുന്ന പുള്ളി ഉറച്ച് വിശ്വസിക്കുന്നതുകൊണ്ടാണ് പുള്ളി അവിടെ വരുന്നത്. അത് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ അവിടെ വരുന്നു. അയാൾ അവിടെ വരുമ്പോൾ അയാൾ ഡെയിലി കോഫി കുടിക്കാൻ പോകുന്ന ഒരു കടയുണ്ട്. ആ കടയിലൊരു വെയിട്രസ് ഉണ്ട്. പുള്ളിക്കാരന് ആകെ പരിചയമുള്ള വളരെ ചുരുക്കം ആൾക്കാർ, പുള്ളി അങ്ങനെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്ന ടൈപ്പ് പോലെ. ആ പുള്ളിക്കാരിക്ക് ഒരു മോളും ഉണ്ട്. അവളെയാണ് അടുത്ത വിക്ടിം എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നത്. ഇത് കാണിക്കും. പുള്ളിക്കാരൻ ഒരു കൊച്ചു പെൺകുട്ടി ചുമന്നുടുപ്പിട്ടുണ്ട്, സ്കൂളിലേക്ക് കയറി പോകുന്നത്. ബ്ലോണ്ടാണ്. പുള്ളിക്കാരൻ ഒരു സ്കൂൾ ബസ്സിലേക്ക് കയറി പോകുന്നതാണ്. ഇവളെ ചിരിക്കും, അയാളും ചിരിക്കും. അവർ അമ്മയുമായിട്ട് ഇയാൾക്ക് ചെറിയ പരിചയമുണ്ട്. ഇയാൾ ആ പെൺകുട്ടിയുടെ ഹായ് ടാറ്റയൊക്കെ പറയും. അപ്പോൾ നമുക്കൊരു തോന്നലുണ്ടാക്കാം. അങ്ങനെയാണ് അതിൻ്റെ മ്യൂസിക് ബിൽഡപ്പൊക്കെ പോകുന്നത്. അടുത്ത വിക്ടിം ഇതാവാൻ സാധ്യതയുണ്ടെന്ന്. ഇയാൾ ഈ ഗ്യാസ് സ്റ്റേഷൻ വാങ്ങിച്ച് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം രാത്രി പെട്ടെന്ന് ഈ അമ്മ ഓടി ഇയാളുടെ അടുത്തേക്ക് വരും. ആരെയും പേടിച്ചതുപോലെ വരുന്നത്. അവരുടെ എക്സ് ഹസ്ബൻഡ് ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അയാൾക്ക് റെസ്ട്രെയിൻ ഓർഡറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇയാളൊരു പോലീസുകാരനാണെന്ന് അറിയാവുന്ന സഹായം ചോദിച്ച് വരുന്നതാണ്. ഇവർക്ക് അയാളിന് രക്ഷ നേടണം. അപ്പോൾ അയാൾക്ക് ഒരു കാര്യം ചെയ്യും, രാത്രി ഇങ്ങോട്ടേക്ക് നിന്നോ, കുഞ്ഞിനെ എടുത്തുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ താമസിപ്പിക്കും. എന്നിട്ട് അയാൾ അവരോട് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ താമസിക്കുക എന്ന് പറയും. കാരണം ആ കുട്ടിയും അയാൾ തമ്മിൽ അടുപ്പമുണ്ട്. അങ്ങനെ അവർക്ക് താമസിക്കാമെന്ന് പറയും. അങ്ങനെ അവരുടെ ഇയാളുടെ കൂടെ മൂവിൻ ചെയ്യും. ആ വെയിറ്റേഴ്സും അവരുടെ മോളുകൂടെ ഇയാളുടെ കൂടെ മൂവിൻ ചെയ്യും. അയാൾ ആ കുട്ടിയുമായിട്ടൊരു ഫാദർലി അഫെക്ഷനും റിലേഷനായിട്ട് പോകും. ഇയാൾ ഇതിനിടയ്ക്ക് ഇൻവെസ്റ്റിഗേഷനായിട്ട് പല ആൾക്കാരെ കാണുന്നുണ്ട്. ഇയാളുടെ മനസ്സിൽ ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അയാളുടെ നാട്ടിലെ പലയിടത്തും അയാളുടെ പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. അങ്ങനെ ഇവരൊരു ഫെയറിന് പോകുമ്പോൾ കുട്ടിയെ പെട്ടെന്ന് കാണാതാവും. പെട്ടെന്ന് ഇവരുടെ കൺമുന്നിൽ കുട്ടി അപ്രത്യക്ഷമാവും. അവർ ഭയങ്കര പാനിക്കാവും. പല സ്ഥലത്ത് അന്വേഷിക്കുമ്പോഴത്തേക്ക് ഒരു ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ കിട്ടും. അപ്പോൾ അവൾ തിരിച്ചിങ്ങനെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവളുടെ കയ്യിലൊരു പോർക്കുപ്പൈൻ്റെ ചെറിയൊരു പ്രതിമ പോലെ സാധനം, ചെറിയൊരു പോർക്കുപ്പൈൻ മുള്ളം വന്നിരുന്നത്. അപ്പോൾ അയാൾ ഇതെവിടെ നിന്നാണ് കിട്ടിയത്? എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്താന്ന് പറയും. അയാൾ ഭയങ്കരമായിട്ട് പാനിക്കാവും. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. ഇവളുടെ അമ്മൂമ്മയെ കാണാൻ പോയപ്പം ആ അഡ്രസ്സ് ചോദിച്ചിട്ട് കടയിൽ ചെന്നായിരുന്നു. ആ കടയിൽ ഇയാൾ ഇതുപോലെ കണ്ടുപോലെ തോന്നും. അപ്പോൾ അയാൾ വീണ്ടും ആ കടയിൽ ചെല്ലും. അപ്പോൾ ആ കടയിൽ ഇങ്ങനത്തെ പോർക്കുപ്പൈൻസ് ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കും, പ്രായമായ കുറച്ച് വയ്യാത്തൊരു സ്ത്രീ ആ കടയുടെ ഉടമസ്ഥ. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നടത്തുന്നത് ചോദിക്കും. അല്ല, എൻ്റെ മോന് ഗ്യാരി ആൻഡേഴ്സൺ അവൻ സഹായിക്കുന്നുണ്ട് ഇതിനകത്ത്. അവനൊരു ആക്ടിവിസ്റ്റാണ്, പാസ്റ്ററാണ്, ലോക്കൽ ചർച്ചിലെ പാസ്റ്ററാണ്, ഇവനെല്ലാം സഹായിക്കുന്നു പറയും. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ പ്രൊഫൈൽ ഫിറ്റാവുന്ന ഒരാൾ ഗ്യാരി ആൻഡേഴ്സൺ. അപ്പോൾ ഇയാൾ ശ്രദ്ധിക്കും. ഈ കുട്ടിയെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ കുട്ടിയുടെ അടുത്ത് ഗ്യാരി ആൻഡേഴ്സൺ വരുന്നുണ്ട്. കുട്ടിയുടെ അടുത്ത് വന്ന് കണ്ട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ വന്ന് കുട്ടിയോട് ചോദിക്കും, എന്താ സംസാരിച്ചത്? ഒന്നുമില്ല, ജസ്റ്റ് പരിചയപ്പെട്ട, ഞങ്ങൾ ചർച്ചിൽ കുട്ടികൾക്ക് വേണ്ടി പരിപാടിയുണ്ട്, ചർച്ചിലേക്ക് വിളിച്ചതാ, വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞാനില്ലാതെ ഇങ്ങ് പോകരുത്, ആൾക്കാർ സ്ട്രേഞ്ച് ആണ് എന്ന് പറഞ്ഞ് പുള്ളി അച്ഛനായിട്ട് പുള്ളി ഉപദേശിക്കുകയും ചെയ്യും. എന്നിട്ട് പുള്ളി ഫിഷിങ്ങിന് ഒരു ദിവസം പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് കുട്ടിയെ കാണത്തില്ല. അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവളായിട്ട് റൊമാൻറ്റിക് അട്രാക്ഷൻ ഉണ്ട്. ഇപ്പോൾ കുട്ടിയെ നന്നായിട്ട് നോക്കുന്ന ആളായതുകൊണ്ട് ജാക്കിനെ അയാൾക്ക് ഇഷ്ടമാണ്, അവൾക്ക് ഇഷ്ടവുമാണ്. കുട്ടി എവിടെ നിന്ന് ചോദ്യം വരുമ്പോഴത്തേക്ക് അത് പാസ്റ്റർ വന്ന് വിളിച്ചുകൊണ്ട് പള്ളിയിൽ തന്നു. പാനിക് അയാൾ. പെട്ടെന്ന് അയാൾ വണ്ടി എടുത്തുകൊണ്ട് എല്ലാ ട്രാഫിക്കും ഒന്നും നോക്കാതെ ഇടിച്ച് തെറിപ്പിച്ച് അയാൾ ചർച്ചിനടുത്ത് നിന്ന് ഓടിച്ചെന്ന് കഥ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഒരു കുട്ടികളുടെ ഒരു ചർച്ച് മീറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഗ്യാരി ആൻഡേഴ്സൺ അത് നടത്തുന്ന പാസ്റ്ററാണ്. അപ്പോൾ അയാൾ അകത്തേക്ക് വരും. അപ്പോൾ അയാൾ വന്ന പാനിക്കായിട്ട് വന്നതും മൈൻഡ് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ അയാളെ ഇരുത്താൻ നോക്കും. അപ്പോൾ അയാൾക്ക് കൺഫ്യൂസ്ഡ് ആവും. ഇയാൾ ശരിക്കും പ്രോപ്പറായിട്ടാണ് ചർച്ച നടത്തുന്നത്, അതിനുവേണ്ടി ആ കുട്ടിയെ കൊണ്ടുപോയത്. അയാൾ ടെൻഷൻ അടിക്കും. ഇയാൾ അന്വേഷണം ഇങ്ങ് എത്തുന്നുമില്ല.
കുട്ടിയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ കാണിക്കും ഒരു ബ്ലാക്ക് സ്റ്റേഷൻ വാഗണിൽ ഒരു ആൾ ജയൻറ്റ് നമുക്ക് മനസ്സിലാവാത്ത ഒരാൾ കുട്ടിയോടൊന്ന് സംസാരിക്കുന്നു, അവൾക്ക് എന്തോ ഗിഫ്റ്റ് കൊടുക്കുന്നു. അന്ന് രാത്രി കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നൊരു പതിവുണ്ട് അയാൾ. കഥ പറഞ്ഞെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ നേരത്തെ അവൾ പറയും, ഞാൻ ഇന്നൊരു വിസാഡിനെ പരിചയപ്പെട്ടായിരുന്നു, അയാൾ എനിക്കൊരു പോർക്ക് പൈൻ ചോക്ലേറ്റ് തന്നു, ആരോടും പറയരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുട്ടി അങ്ങ് മയങ്ങിയതുപോലെ കിടന്ന് ഉറങ്ങും. പിറ്റേ ദിവസം അയാൾ പറയും, എന്നെ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അടുത്തൊരു പിക്നിക് ഏരിയയിൽ വെച്ച് എന്നെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾ ഞാൻ എന്താ പൊക്കോന്ന് പറയും. എന്നിട്ട് ജാക്ക് പ്ലാൻ ചെയ്യും, ജാക്ക് ആൾക്കാരെ ഫ്രണ്ട്സിനെ വിളിക്കും, ഇന്ന് അവൻ വരാൻ സാധ്യതയുണ്ട്, എൻ്റെ മോളെ അയാൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റിങ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യും. ആ പിക്നിക് സ്പോട്ടിൽ അവൾ അറിയാതെ കുട്ടിയെ കൊണ്ട് നിർത്തിയിട്ട് ഇവർ ചുറ്റും പോലീസ് ഫോഴ്സുമായിട്ട് അവർ വെയിറ്റ് ചെയ്യും. അവർ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യും, ഉച്ചയാകാറാവും, കുറേ സമയം കഴിയും, കാണുന്നില്ല. അപ്പം സ്റ്റാൻഡ് ഡൗട്ടാവും. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത പോലെയൊക്കെയാണ് ഇപ്പം, ഭയങ്കര ഒബ്സസ്ഡ് ആയതുകൊണ്ട് ഇയാൾക്കൊരു ഇത്തിരി വട്ടുണ്ടോയെന്ന് ഇവർക്ക് സംശയമായി തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരം കാത്തിരുന്നിട്ട് ഇയാൾ ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ തർക്കമാവും, സ്റ്റാൻഡ് തിരിച്ച് പോകാറാവും. അപ്പം നമ്മളെ കാണെങ്കിൽ ദൂരെ നിന്നൊരു സ്റ്റേഷൻ വാഗൺ, അതിൻ്റെ ഫ്രണ്ടിലൊരു പോർക്കുപ്പൈൻ്റെ പാവ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്, അത് വന്നുകൊണ്ടിരിക്കുക. ഈ കുട്ടിയുടെ നില അപകടത്തിലാണ്, ഇവരത് വിട്ടിട്ട് പോകും, ഇവർ തമ്മിൽ വഴക്കായിട്ട് ഇവരത് വിട്ടിട്ട് പോകും, ഇവർ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്ത് ഇവർ വിട്ടിട്ട് പോകും, ജാക്ക് ഒറ്റയ്ക്കാവും. ഇവർ പോകുന്ന വഴിക്ക് അവരുടെ ഹോട്ടലിൽ കയറി ലോറിയോട് പറയും, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയോട് പറയും, ഇതുപോലെ നിങ്ങളുടെ മോളെ വെച്ചിട്ട് അയാൾ സ്റ്റിങ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ശരിക്കും അയാൾക്ക് പ്രാന്താണെന്ന് തോന്നുന്നു പറയും. അമ്മ ഓടി വരും, കൊച്ചിനെ പിടിച്ചുകൊണ്ട് കാരണത്തിൻ്റെ വാ പോകാമെന്ന് പറയും. ഇവരെടുത്ത് വഴക്കണം, നീ ഇതിനു വേണ്ടിയാണ് ഇയാളെ ഹെൽപ്പ് ചെയ്തതും റൊമാൻറ്റിക്കലി അടുത്തതും കൊച്ചിനെ ഫാദർലി അഫെക്ഷൻ കാണിക്കുന്നതും ഒക്കെ അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് ശരിക്കും അയാൾക്ക് ഉദ്ദേശം അതല്ല, ഇയാൾക്ക് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. അയാളെ വല്ലാതെ അങ്ങ് ഇൻസൾട്ട് ചെയ്തിട്ട് അവർ കൊച്ചിനെ കൊണ്ട് അയാളുടെ അടുത്തുനിന്ന് പോകും, അയാൾ ഒറ്റയ്ക്കാവും. അയാൾ തിരിച്ച് അയാളുടെ സ്റ്റേഷനിലേക്ക് വരും, മറ്റേ പമ്പ് ഹൗസിലേക്ക് വരും. അപ്പോൾ കാണെങ്കിൽ പോലീസുകാർ പോകുന്ന വഴിക്ക് മറ്റേ ഒരു സ്റ്റേഷൻ വാഗൺ ഒരു തടി ലോറിയുമായിട്ട് ഇടിച്ച് ആക്സിഡൻ്റായി മറിഞ്ഞ് കത്തി, അതിനകത്ത് ആ പോർക്ക് പൈനും കത്തി, അതിന് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളും കത്തി, ഫുള്ളി ആളാരാൻ തിരിച്ചറിയാത്ത വിധത്തിൽ ഫുള്ളി കത്തി നിശേഷം തകർന്നു തരിപ്പണമായി. ഒരു ആക്സിഡൻറ്റിൽ പോലീസുകാർ പോവും. ജാക്ക് നിക്കോൾസൺ പുറത്ത് എവിടെ ഒരു സീരിയൽ കില്ലറുണ്ട്, കുട്ടികളെ അയപ്പെടുന്ന ഒരാൾ, അയാളെ പിടിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ ഒബ്സഷനിൽ പ്ലെഡ്ജ് ചെയ്ത് പോയതാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ കില്ലർ ശരിക്കും മരിച്ചു. ജാക്ക് നിക്കോൾസൺ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല, എല്ലാവരുടെയും വിചാരം മറ്റേ ആളാണ് കൊന്നത്, ആ ടോബിയാണ് കൊന്നതെന്ന് വിചാരിച്ചിരിക്കുന്നു. സിനിമ അവിടെ എൻഡാണ്. അതായത് ചില കേസുകൾ അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇയാൾ ആ പ്ലെഡ്ജിൽ പിടിച്ചിരുന്നുകൊണ്ട് ഇയാൾ ഇന്നും അതിൻ്റെ പുറകെ നടക്കും, അയാൾ ഭ്രാന്തനായിട്ട് മാറും, നമുക്ക് കൺഫേം ആണ്. അയാൾ അത്ര അയാളിങ്ങനെ എന്നെ പിടിക്കണം എന്ന് അയാളിങ്ങനെ അയാളുടെ മംബ്ലിങ്ങിൽ സിനിമ എൻഡ് ചെയ്യുകയാണ്. ആർക്കും മനസ്സിലാകത്തില്ല ഇയാളാണ് ശരിയെന്നുള്ളത്, ആർക്കും മനസ്സിലാകാത്ത എൻഡാകുന്ന ഒരു സാധനം. ഭയങ്കര സൈക്കോളജിക്കൽ മിസ്റ്ററി സാധനം, സൈക്കോളജിക്കൽ മിസ്റ്ററി ഡ്രാമ ത്രില്ലറാണ് ഈ പടം. ശരിക്കും എൻ്റെ ജോണർ പറയുകയാണ് അങ്ങനെ. ശരിക്കും ഞാനിത് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സങ്കേതമുണ്ട്, ഇങ്ങനൊരു സങ്കേതം ശരിക്കും വേറെ ഹോളിവുഡ് സിനിമകളിലും കൊറിയൻ പടങ്ങളിലും മലയാള സിനിമയിലും വരെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സാധനമാണ്. സല്യൂട്ട് കണ്ടതാണോ? സല്യൂട്ട്, ദുൽഖർ സൽമാൻ്റെ സല്യൂട്ട്. ദുൽഖർ സൽമാൻ്റെ സല്യൂട്ടിനകത്ത് അതായത് മെയിൻ ആൻറ്റഗോണിസ്റ്റ് വിശ്വസിക്കുന്നത് ഈ ക്രൈം ചെയ്യുന്ന വേറൊരാളാണെന്നും, പക്ഷെ അത് അയാൾക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ മറ്റുള്ളവരോട് പറ്റത്തില്ല, അയാൾ മാത്രം അതിൻ്റെ പുറകെ ഒബ്സസ്ഡ് ആയിട്ട് നടക്കും. പക്ഷേ അയാൾക്കൊരിക്കലും ഇയാളെ കിട്ടുകയില്ല. അയാളുടെ വിശ്വാസത്തിന് പ്രകാരം ഇത് ആരാ ചെയ്തതെന്ന് അയാൾക്ക് കാണാനുള്ളൊരു ഭാഗ്യമില്ല. എൻഡാകുന്ന രീതിയിൽ അങ്ങനെ ആ ഒരു സങ്കേതം നല്ല രസമാണ്. നമുക്ക് നിരാശ, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവൻ ആരാന്ന് നമുക്ക് കാണണം, പക്ഷെ ഇവൻ ആരാന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ പ്രകൃതിയുടെ ഒരു ഇടപെടൽ മൂലം അയാൾ ചിലപ്പോൾ എൻഡ് ആയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് മനസ്സിലാകത്തില്ല അത് ആരാണെന്ന്. വരുന്നത്, പക്ഷെ ആളാരാന്ന് കാണിക്കത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ നായകൻ്റെ ഫ്രസ്ട്രേഷൻ, നായകന് ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ, ദേഷ്യവും വിഷമവും, ഇത് ആരെങ്കിലും ഇനിയും നടത്തുമോ എന്നുള്ളൊരു പേടിയും അയാൾക്കുണ്ട്. പക്ഷെ ശരിക്കും ആൾ എൻഡ് ആയി കഴിഞ്ഞു. അങ്ങനെ ഒരു സാധനം ദ പ്ലെഡ്ജ്. പിന്നെ ഞാൻ ഇതെടുക്കാൻ വേറൊരു റീസൺ, ചില സിനിമകൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഡ്രാമ വലിയുകയാണല്ലോ എന്ന് തോന്നും. പക്ഷെ എന്നാൽ നല്ലൊരു പ്ലോട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ഇൻട്രിഗിങ് ആയിട്ട് പ്ലോട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം വീണ്ടും ഒന്നുകൂടെ കാണാനും പറ്റും, ചിലർക്ക് ഇത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കഥ കേട്ടാൽ മാത്രം മതിയെങ്കിൽ ഇത് ഓക്കെയാണ്. സോ നമ്മൾ ഇതുപോലെയുള്ള സ്റ്റോറീസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് ഇപ്പോൾ ആൾക്കാർക്ക് നിങ്ങൾക്ക് 5-6 എപ്പിസോഡായി മനസ്സിലായി കാണും നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സാധനങ്ങൾ എടുക്കും. ഇതങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാം ഇന്ന പാറ്റേണിലാണ് നിങ്ങൾ വിചാരിക്കുക വേണ്ടത്, ഇത് എങ്ങനെ വേണമെങ്കിലും പോകാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. സോ കൂടുതൽ കഥ നിങ്ങൾ സജസ്റ്റ് ചെയ്യും, നിങ്ങൾ മൂവി സജസ്റ്റ് ചെയ്യും. നമ്മൾ മൂവീസ് അല്ലാത്തതോ ഉള്ള കഥകളുമായി ഒരു കഥ വീണ്ടും വരും. Like, share, subscribe, join podcast channel.
കൂടുതൽ കഥകളിലേക്ക് വീണ്ടും വരിക, തിരിച്ചു വരിക. വിത്ത് ടോക്സ്, വിത്ത് ക്രൂ, വിത്ത് ഗ്രാം. ബൈ.